പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും മയിൽ ഹൈവിഷൻ്റെ വിഷു ആശംസകൾ. വിഷു വർത്തമാനങ്ങളും വിഷു പാട്ടുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിഷു ഓർമ്മകളിലൂടെ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളിയുടെ കാർഷികോത്സവമാണ് വിഷു. കാലത്തിനൊപ്പം കോലം മാറിയ കാലാവസ്ഥയിൽ പഴയതുപോലുള്ള ബന്ധമൊന്നും ഇന്ന് വിഷുവും കൃഷിയും തമ്മിലില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ മറ്റെല്ലാ ആഘോഷങ്ങളെയും പോലെ വിഷു ആഘോഷത്തിനും വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളുടെ ഒരരികിലിരുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ തലമുറയ്ക്ക് വിഷു നൽകുന്നത് നഷ്ടസ്മരണകളുടെ ഗൃഹാതുരതയാണ്. കണിക്കൊന്ന പോലും കാലം തെറ്റിപ്പോക്കുന്ന വർത്തമാനകാലത്തിൻ്റെ ഓർമ്മ വരമ്പിലിരുന്ന് ഭൂതകാലത്തെ വിഷു ആഘോഷങ്ങളിലേക്ക് പൂത്തിരി കത്തിച്ചു പിടിക്കുകയാണ് ഇവിടെ ചിലർ. ഇത് നമ്മളുടെ OV ബാലകൃഷ്ണേട്ടൻ. നാട്ടുകാരൊക്കെ സ്നേഹത്തോടെ ബാലേട്ട എന്ന് വിളിക്കും. ബാലേട്ട നമസ്കാരം. നമസ്കാരം. വിഷു അടുത്ത് വന്നല്ലോ അല്ലേ? അതെ. ഇപ്പോൾ പ്രായം എത്രയായി? എനിക്ക് 85 വയസ്സ് കഴിഞ്ഞു. 85 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇത്രയും വർഷത്തെ ഒരു വിഷു അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടോ? അതെ, ഒരു 80 വർഷത്തെ പഴക്കം എനിക്കുണ്ട്. അന്നേരം 5 വയസ്സിൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയാം. എന്ന് മാത്രമല്ല, ബാലേട്ടൻ ആഘോഷിച്ച വിഷു, മക്കൾ ആഘോഷിച്ച വിഷു, മക്കളുടെ മക്കളും കൂടി ആയല്ലോ. അപ്പൊ ഇതൊക്കെ പിന്നെ ഇവരുടെയൊക്കെ വിഷു ആഘോഷങ്ങൾ കണ്ടതാണ്. ബാലേട്ടന്റെ ആ ഒരു സമയത്തുള്ള ഒരു 80 വർഷം മുമ്പ്. അതെ, 80 വർഷം മുമ്പല്ലേ ഇത് അച്ഛൻ്റെ അമ്മ ഉണ്ടായിരുന്നു അന്ന്. അച്ഛൻ്റെ അമ്മ വളരെ പ്രാധാന്യമായിരുന്നു. ഒരു കണി വെക്കുന്നതിന്റെ ആ ഒരു ഉത്സാഹവും ഒരു പാടുന്ന തലേ ദിവസം അതെ. അന്ന് ഇത് ഇളച്ചലാന്ന് അതെല്ലാം സംഭരിക്കുക. അന്ന് ഈ തലേദിവസം കണി വെക്കുമ്പോൾ രാത്രി കുട്ടികളൊന്നും അങ്ങോട്ട് അടുപ്പിക്കുക? ഇല്ല, വാതില് പഠിച്ചിട്ട് വാതില് പൂട്ടിച്ചാൽ കണി വെക്കുക. അതില് അച്ചപ്പ രാവിലെ കാണുക. അവന് ഈ അച്ചപ്പനെ ഓരോരാളെ കിടക്കുന്ന സ്ഥലത്ത് കണ്ണ് പൊത്തിച്ചാൽ ഈ സ്ഥലത്ത് കൊണ്ടുവരുമോ. പഠിച്ചിട്ടല്ല അതല്ലോ. പഠിച്ചിട്ടാന്ന് പറയുന്നത് റൂമിലാന്ന് അന്ന് കണിവെപ്പ്. കണ്ണു പൊത്തി അച്ഛൻ്റെ അടക്കം കണ്ണു പൊത്തിച്ചിട്ടാ കൊണ്ടുവരാ. ആ സമയത്ത് വിഷു കൈനീട്ടം ഉണ്ട്. വിഷു കൈനീട്ടെന്ന് വെച്ചാൽ ഒരു പണ്ടത്തെ ജോർജിൻ്റെ ഒരു ഉറുപ്പ്യ അതിനകത്ത് വെക്കും. ജോർജിൻ്റെ ഉറുപ്പ്യ അത് കണി കണ്ട് എനിക്ക് വന്ന് ഞാൻ ഉറുപ്പ്യ തരും. ഈ കൈനീട്ടം തന്നാൽ ഉടനെ തിരിച്ചു കൊടുക്കണം അല്ലേ? അവിടെ തന്നെ വെക്കണം. എന്നിട്ട് അടുത്ത് വരുന്ന കൊടുക്കണം. അത് കൊടുക്കും. അങ്ങനെയാണ് നമ്മളുടെ അടുത്തില്ല കൈനീട്ടം. ആ സമയത്ത് ബാലേട്ടന്റെ എത്ര വയസ്സുള്ളപ്പോഴാണ് ഇത്? ഞാനിത് ഒരു 5 വയസ്സ് മുതൽ ഒരു 14 വയസ്സ് വരെയും ഇതുപോലെ തന്നെയായിരുന്നു അനുഭവപ്പെട്ടത്. ആ സമയത്ത് പടക്കങ്ങൾ എല്ലാം പടക്കം ഈ താക്കോലുണ്ടല്ലോ, താക്കോലിനകത്ത് തീപ്പെട്ടി മരുന്ന് നിറച്ചിട്ട് അതിലൊരു ആണിയും വെച്ചിട്ട് ഒരു കയറും കെട്ടിയിട്ട് ഇങ്ങനെ കല്ല് നടിച്ചാൽ നല്ലൊരു ഒച്ച കിട്ടും. സ്വന്തമായി അന്ന് ഇല്ല. ഓലപ്പടക്കം പിന്നെ വന്നിരിക്കുന്നത്. അതിൻ്റെ ചെറുപ്പത്തിൽ ഇതന്നെയാണ് ഇളച്ചനാന്ന് ഇത് നടത്തി വരും. നമ്മളെ കൊണ്ടുപോയി അടുപ്പിക്കും. അപ്പൊ ഈ കണി കണ്ട് കൈനോട്ടം വാങ്ങി കഴിഞ്ഞാല് അപ്പോഴത്തേക്ക് നേരം വെളുക്കുമല്ലോ. നേരം വെളുക്കും, ഏകദേശം വെളുക്കും. ചില കൊല്ലം അത് ഈ കണി കാണുന്നതിന് പിറ്റേന്ന് നമുക്ക് അവർ ഈ ഓലയും കൊണ്ടുവരും കണിപ്പലം പറയാൻ. അത് ശരി. ഇത്ര പറ വെള്ളം, ഇത്ര ഇത്, അങ്ങനെ ഒരു ഇത്രക്ക് നിങ്ങൾ മുഹൂർത്തം വെക്കണം. മുഹൂർത്തം ഇത് കണി വെക്കണം, ഇത്രക്ക് കാണണം. അങ്ങനെ അത്രയും കൃത്യമായ സമയത്ത് അത്ര കൃത്യമായ സമയം. എത്ര കളിയെ പുറത്തേൽ 4 നാഴിക മുമ്പേ എല്ലാം പറയാം. അന്ന് ടൈമില്ലല്ലോ. അന്ന് ഇവർക്കും ടൈമില്ല. നാഴിക വിനാഴികന്നില്ലേ ഒരു സമ്പ്രദായമാണല്ലോ അന്ന് ഇല്ലത്. അപ്പൊ അന്ന് കണികണ്ട് ആ ഒരു ചെറിയ പ്രായത്തില് കണികണ്ടതിന് ശേഷം ഈ കൈനീട്ടം വാങ്ങി പിന്നെന്താ ചെയ്യാ? ഈ പടക്കം പൊട്ടിക്കുന്നതാണ്. പടക്കമുണ്ടെങ്കിൽ പടക്കം പൊട്ടിക്കും. പിന്നെ എനിക്കൊരു 10-12 ദിവസം ഓലപ്പടക്കം വന്നു. പിന്നെ ഓലപ്പടക്കം ആ ഓലപ്പടക്കമാണ് പിന്നെ നമ്മൾ മേടിക്കാൻ തുടങ്ങി. അതിന് 1 ഉറുപ്പ്യക്ക് 10-16 കിട്ടും. അങ്ങനെയല്ല. താക്കോൽ ഔട്ടായി. പിന്നെ ഇപ്പൊ താക്കോല് കാണുന്നില്ല.
പിന്നെ കുത്തിപ്പൊട്ടിക്കുന്ന ഒരു പടകം പിന്നെ വന്നു, ചെറിയ പൊട്ടാസ്. അത് പൊട്ടിക്കാൻ തുടങ്ങി. അത് കുത്തിപ്പൊടിച്ച് കല്ലുമ്പൽ വെച്ചിട്ട് ഒരു കല്ലോണ്ട് വേറൊരു കല്ലോണ്ട് കുത്തിയാലും അവർ പൊച്ച കിട്ടും. പിന്നെ ഈ കൈനീട്ടം കിട്ടിയത് കീശയിലിടാൻ പറ്റുന്ന സമയം എപ്പോഴാണ് വന്നത്? പിന്നെ കീശയിലിടാൻ പറ്റേ അമ്മയെല്ലാം മരിച്ചു, അവരെല്ലാം മരിച്ചു. എൻ്റെ അമ്മ വന്നു. അമ്മ വന്നേരത്തെ പിന്നെ ഒരു ഉറുപ്പ്യ എല്ലാവരും കീശയിലാണ്. എത്ര വയസ്സായിട്ടുണ്ടോ അന്നേരം? അത് അന്നേരം എനിക്ക് ഒരു 10-30 വയസ്സായി. 30 വയസ്സായി. അന്നേരം പിന്നെ ഈ പടക്കങ്ങളെല്ലാം കൂട്ടി ഭയങ്കര പൂക്കൊറ്റി, നെൽച്ചക്രം, മറ്റേ വെടി പൊട്ടി ബൗട്ട്, മറ്റേ ഇതെല്ലാം പറഞ്ഞ കഥന, മറ്റേ ഇതെല്ലാം ഉണ്ട്, ബോംബ്. അന്നേരം ഈ കണിയിൽ എന്തെങ്കിലും മാറ്റം വന്നു ആ സമയം? ഒരു 30 വയസ്സെല്ലാം ആകുമ്പോഴത്തേക്ക് കണി ഇന്നും ആ സമ്പ്രദായത്തിൽ തന്നെ പോകുന്നത്. അതുകൊണ്ട് അരി തുറക്കും, അത് ഉണങ്ങലരി ഉണ്ടാവും, പുഴുങ്ങലരി ഉണ്ടാവും. പിന്നെ അത് കസറിൽ വരക്കും, ഒരു ഇതുണ്ടാവും, ഒരു നെല്ലുണ്ടാവും, പിന്നെ ചക്ക, മാങ്ങ, ഫലങ്ങള്. ആ ഫലപുഷ്ടിയുടെ സമയമാണല്ലോ ഈ മേടമാസം. ഈ മേടമാസം എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. പണ്ടത്തെ വർഷം തുടങ്ങുന്ന തന്നെ മേട ഒന്നുമല്ല, പുതുവർഷാരംഭമായത്. നമ്മൾ ഇന്നല്ലേ ചിങ്ങം മുതൽ അങ്ങോട്ട് തുടങ്ങിയത്, കന്നി ദ്രാവന്നല്ലേ. അന്ന് മേട അടവാന്ന് നമ്മളെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചത്. അതുകൊണ്ടാണല്ലോ ആ കണി കണ്ടാല് ആ വർഷം മുഴുവൻ വർഷത്തെ ഗുണം, ഒരു വർഷത്തെ ഫലമാണ് ഇതിനകത്ത് കാണുന്നത്. പലരുടെ ഇപ്പൊ ഈ 5 വയസ്സ് മുതൽ കുട്ടിക്കാലത്തെ ആ കണീന്റെ അച്ഛമ്മ വെക്കുന്ന പറഞ്ഞു, 30 ഇത് കഴിഞ്ഞു. പിന്നെ കുറേയും കൂടി ഇങ്ങോട്ട് വന്ന് ഒരു വേറൊരു തലമുറയും കൂടി വന്നപ്പോ ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാരും പിന്നെ അന്ന് വരുമാനം ഇല്ല വീട്ടില്, അല്ലേ വരുമാനം ഇല്ല ആള്, അവര് കൊടുക്കുന്നു, എല്ലാവർക്കും കൊടുക്കും, നാട്ടുകാർക്കും കൊടുക്കും, വള്ള കൂട്ടർക്കും എല്ലാം കൊടുക്കുന്നില്ല. ഇന്ന് മാറി. പിന്നെ വിഷു ഇന്ന് നല്ല കുട്ടിയൊക്കെ ഞാൻ 500,000 കൊടുക്കും. ആ ഗേപ്പത്തിന് സാമ്പത്തിക മുന്നേറ്റം വന്നു. അതായത് ഇപ്പം ബാലാട്ടന്റെ കുട്ടിക്കാലത്ത് ഒരു ഉറുപ്പ്യ കൈനീട്ടം തന്ന് അത് തിരിച്ചു വാങ്ങി അത് തന്നെ മറ്റുള്ളവർക്ക് കൊടുത്തതിൽ നിന്ന് മാറി ഇന്നിപ്പോ എല്ലാവർക്കും 500,000 കൊടുക്കാനുള്ള കാലത്താണ് ബാലാട്ടൻ ജീവിക്കുന്നത്. ഈ കൊല്ലത്തെ ഏറ്റവും സമർത്ഥമായ മാസമാണ് ഈ മാങ്ങ, ചക്ക, പിന്നെ ഈ വെള്ളരിക്ക ഇതെല്ലാം പറിക്കുന്ന സീസണായത്. അന്ന് ഉച്ചാര വെള്ളേരമായിരുന്നത്. ഈ ഉച്ചാര വെള്ളരി എന്നാ പറഞ്ഞു, കന്യമല്ല, ഇത് മകരമാസം നടും ഒരു ഉച്ചാര എന്ന് പറഞ്ഞൊരു സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നു. അത് ഇന്നായിരിക്കൊക്കെ അറിയോന്ന് അറിയാനാവില്ല. അന്ന് ഭൂമി ശുദ്ധമായി. പിന്നെ അത് 3 ദിവസം ഉണ്ടാവും. ആ ഒരു സമയത്താണ് ഉച്ചാര വെള്ളരി നടുക. അതാണ് കണിക്ക് വേണ്ടി വെക്കുക. ആ വെള്ളരിക്ക തന്നെ നമ്മളൊരു കൊല്ലം 6 മാസത്തോളം എത്തും. ആ വെള്ളരിക്ക നല്ല വെള്ളരിക്കായിരിക്കും. വളം അന്ന് ഇന്ന് രാസവളമൊന്നുമില്ല. എൻ്റെ ചെറുപ്പത്തിൽ രാസവളം ഇല്ല. അത് കോഴിവളവും മറ്റേതെല്ലാം അത് പുതുപ്പിച്ചെടുക്കും. ഇന്ന് ഇപ്പം വളർന്നിപ്പം ഇത്രയും വയസ്സായി എന്ന് പറഞ്ഞല്ലോ, വയസ്സ് നേരത്തെ നമ്മൾ പറഞ്ഞു. ഈ പണ്ട് ആ ഒരു ഓരോ ഘട്ടത്തിൽ വിഷു എന്ന് കേൾക്കുമ്പോൾ കുട്ടിക്കാലം, കുറച്ച് യൗവനം വന്നു, അങ്ങനെ വന്ന് പ്രായം ഇപ്പം ആ വിഷു എന്ന് കേൾക്കുമ്പോൾ ആ ഒരു ഓരോ കാലത്തുള്ള ഒരു മാറ്റം എങ്ങനെയാണ്? ഇന്നിപ്പോ അന്ന് വിഷു എന്ന് കേൾക്കുമ്പോൾ ആ ഒരു അന്ന് ഭയങ്കര നമ്മളെല്ലാം അന്ന് ദിവസം എണ്ണി തീർക്കലാന്ന് വരാൻ വേണ്ടിട്ട് എണ്ണി തീർക്കലാന്ന്. നമ്മളെ ഇന്ന് ഇത്രയായി നമ്മളെ ഇത്രയായിരുന്നില്ലേ. കുറച്ച് പ്രായ സമയത്ത് പടക്കം വാങ്ങാനൊക്കെ വേണ്ടി ഞാൻ തന്നെ പോയിട്ട് കണ്ണൂരെല്ലാം പോയിട്ട് ഞാൻ തന്നെ ഇഷ്ടംപോലെ വാങ്ങിയിട്ടുണ്ട്. വേണ്ടിയാണ് ഈ വിഷുവിന് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. ബാലാട്ടിന് ഇപ്പൊ ഈ ഒരു പ്രായത്തിലും വിഷു എന്ന് പറയുന്ന ഒരു സന്തോഷം, ഒരു എനർജി കിട്ടും. ആ പഴയ ഓർമ്മകൾ വെച്ചിട്ട് ഇപ്പം മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ കൈനീട്ടം കൊടുക്കുമ്പോ ഇപ്പൊ അതിന് മാത്രം ചോദിക്കുന്നു. അല്ല, പണ്ട് കിട്ടിയത് ഓർമ്മയുണ്ടാവല്ലേ? അന്നേരം ഓർക്കുമല്ലേ? തിരിച്ചു കൊടുക്കുന്നില്ല നാണ്യം. അത് ഇപ്പോഴും ഓർക്കും. ഇപ്പോഴും ഓർക്കും. അതാണ് വലിയ അത്. അന്നത്തെ നമ്മളെല്ലാം ഒരു രക്ഷിതാവിലും 5-6 മക്കളുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് പോലുമില്ല. അത് സമ്പന്ന കുടുംബത്തിലായിരുന്നില്ല, ദാരിദ്ര്യ കുടുംബത്തിലായിരുന്നില്ല. ഗിരീഷ്, അനുജൻ ഗണേഷ്, പിന്നെ ബാലാട്ടന് എത്ര കുട്ടികളാണ്? 3 കുട്ടികൾ, ഒരു മോളല്ലേ. ഓളിപ്പം ഇവിടെ നടുവായൂർ എന്ന് പറഞ്ഞ അടുത്ത സ്ഥലത്ത് ചങ്ങളായിക്കപ്പെടുന്ന കൊണ്ടുപോയിരിക്കുന്നത്. പേര് ജിഷ. ഓള് ഇപ്പം
തൃശ്ശൂരാണ് താമസം. തൃശ്ശൂർ. ഓനും അവിടെ മാസമാണ്, ഇവളും ഒരു മാസമാണ്. ബാലേട്ടൻ്റെ ഭാര്യ ഓമന മൽപ്പട്ടാണ് സ്വദേശി. അവരൊക്കെ ഒരു കാർഷിക കുടുംബത്തിൽ തന്നെയാണ്. ഇത്രയും ഓർമ്മകളൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ പ്രേക്ഷകർക്ക് ഏറ്റവും കൗതുകമായ കൈനീട്ടം തന്ന് തിരിച്ചു കൊടുത്തതായിരിക്കും. അതൊന്നും അധികം ആളുകൾക്കും അറിയില്ലല്ലോ. അല്ല, അത് എൻ്റെ വീട്ടിലല്ല ഞാൻ പറയുന്നത്. അത് കൊടുക്കുന്നുണ്ടോന്നില്ല. കാലഘട്ടത്തിൽ അത്രേ ഉള്ളൂ. ഓണത്തിന് നക്ഷത്രം എടുക്കുക, വിഷുവിന് ഈ ഓണം ഈ ഒന്ന് അതാണ് ഈ വിഷുവിൻ്റെ ഒരു പ്രത്യേകത. മറ്റെല്ലാ ആഘോഷങ്ങളും എല്ലാ ദിക്കിലും ഈ മാറി വരും. അപ്പോൾ ബാലേട്ടൻ്റെ ഈ ഓർമ്മകളൊക്കെ പ്രേക്ഷകർക്ക് വളരെ കൗതുകവും പിന്നെ കുറച്ച് അറിവുകളും ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഇത് ബാലേട്ടൻ്റെ മൂത്ത മകൻ ഗണേഷ് ബാബു CC, പലർക്കും അറിയും. മയിലെ നാടകക്കൂട്ടത്തിൻ്റെ പ്രവർത്തകനാണ്, അറിയപ്പെടുന്ന ഒരു നാടക സംവിധായകനാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒട്ടേറെ നാടകങ്ങൾ അവതരിപ്പിച്ച വ്യക്തിയാണ്. ഗണേഷ, നമസ്കാരം. നമസ്കാരം. അച്ഛനിപ്പം വിഷുവിൻ്റെ പഴയ ഓർമ്മകൾ കുറേ പറഞ്ഞു. അതെ. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു വിഷു കഴിഞ്ഞ് ഗണേശനെ വിഷു ആഘോഷിച്ചു. ഗണേശൻ്റെ മക്കളെ, അതായത് ഗണേശൻ്റെയും അനുജൻ്റെയും അനുജത്തിയുടെയും ഒക്കെ മക്കളെയൊക്കെ വിഷു ആഘോഷിച്ചു. അതെ. അപ്പോൾ ഈ ഒരു തലമുറ മാറ്റം, വിഷുവിനെ കാണുന്നതിലൊരു വ്യത്യാസമുണ്ട് എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതെ. ആ പഴയ ഒരു ആവേശം ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. പക്ഷെ നിങ്ങളൊക്കെ ആ ഒരു ചെറിയൊരു ആവേശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിലയിരുത്തുന്നത്? നമുക്ക് വിഷു അച്ഛൻ പറഞ്ഞത് ആ ഒരു കാലഘട്ടമായിട്ട് നമുക്ക് ആ ഒരു ഇതന്നെയായിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വളരെ ആവേശമായിരുന്നു. വിഷു എന്ന് പറയുന്നത് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓണത്തിനെക്കാട്ടി നമുക്ക് കൂടുതൽ ഇഷ്ടം വിഷുവോടായിരുന്നു. ഓണത്തിന് കാരണം ഈ പടക്കം പൊട്ടിക്കുക, മറ്റേ അങ്ങനെയുള്ള ഒരു ഇതെല്ലാം കൂടുതലും നമുക്കൊരു താല്പര്യം. അച്ഛൻ പറയുന്ന പോലെ കണി കാണുക, പിന്നെ എണ്ണുക. അച്ഛൻ പറയില്ല, എണ്ണാൻ വേണ്ടി വിഷു ആകാൻ വേണ്ടിയിട്ട് ദിവസങ്ങളിങ്ങനെ എണ്ണും. സ്കൂൾ പൂട്ടിയിട്ട് ആ ഒരു സമയത്താണ് നമുക്ക് വിഷു ഉണ്ടാകുന്നത്. അപ്പോൾ ആ ദിവസങ്ങൾ നമ്മൾ ഇതാക്കുക. മുമ്പേ ഈ പടക്കങ്ങൾ ശേഖരിച്ച് വെക്കലും പിന്നെ അത് പൊട്ടിക്കുന്നതിനുള്ളൊരു ത്രില്ലും ഇതൊക്കെയായിരുന്നു ഞങ്ങളെന്നൊരു വിഷുവിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ആ ഒരു കാലഘട്ടം നമുക്ക് ഭയങ്കര രസമായിരുന്നു. ഇന്നത്തെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ തലമുറയിൽ അതില്ല. അവർക്കൊന്നും അത്ര ആ ഒരു ആവേശമില്ല. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പം ഏത് സമയത്തും പടക്കം പൊട്ടിക്കുക, ഏത് സമയത്തും ആഘോഷമാണ്. അതുകൊണ്ടായിരിക്കാം അതിനോടുള്ള താല്പര്യക്കുറവ്. എന്നാലും നമ്മളെയൊക്കെ മനസ്സിൽ ഇന്നും ആ ഒരു വിഷുവിൻ്റെ സന്തോഷമുണ്ടല്ലോ, അതുതന്നെയാണ് ഇന്നും ആ ഒരു ഇതോടുകൂടി തന്നെ ഇന്നും വിഷു ഞങ്ങളിപ്പോൾ ആഘോഷിക്കാറുണ്ട്. ഇന്നും പടക്കങ്ങൾ വാങ്ങിച്ചിട്ടും ആ രീതിയിൽ തന്നെ ആ സന്തോഷത്തോടും ആ ഇതോടുകൂടി തന്നെ നമ്മൾ ഇന്ന് വിഷു ആഘോഷിക്കാറുണ്ട്. ഗണേശന്റെ ഒക്കെ ഒരു തലമുറക്ക് വിഷു എന്ന് പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ്. അതിന് ശേഷമുള്ളവർക്ക് അത് ഉണ്ടാവണമെന്നില്ല. ഇല്ല. പഴയ കാലം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നൊരു ദിവസം വിഷു തന്നെയാണ്. കാരണം എല്ലാവരും കൂടി ചേരുക, കണി കണ്ട് പടക്കം പൊട്ടിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതൊരു ഇന്നും മറക്കാനത്. എനിക്ക് തോന്നുന്നു ആ ചെറുപ്പകാലത്തുള്ള ഓരോ വിഷു ആഘോഷിച്ച ചെറിയ കാലത്തുള്ള ഓരോ ദിവസവും ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. ഇത് ചന്ദ്രമതി ടീച്ചർ, മയ്യിലാണ് താമസം. കണ്ടക്കൈ ALP സ്കൂളിൽ നിന്നാണ് ടീച്ചർ റിട്ടയർ ചെയ്തത്. ടീച്ചറുടെ ഒരു കുട്ടിക്കാലത്തെ വിഷു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഒന്ന്? വിഷു എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു 2 ആഴ്ച മുമ്പേ തുടങ്ങും വിഷുവിൻ്റെ പരിപാടികൾ. വീടും പരിസരവും വൃത്തിയാക്കൽ, ചുറ്റുപാടും വൃത്തിയാക്കും, കരിയിലെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് വൃത്തിയാക്കി. പിന്നെ വിഷുവിന് പണ്ട് ഇങ്ങനെ ചാണകം മെഴുകിയ നിലമായിരിക്കും. ആ നിലം അതെല്ലാം ചാണകമെല്ലാം മെഴുകി കട്ടിലും കതകും എല്ലാം പാറവത്തിൻ്റെ ഇല കൊണ്ടാണ് കഴുകി വൃത്തിയാക്കി. എന്നിട്ട് അതിന് മുഴുവൻ ഭസ്മക്കുറി വെച്ച് കൊടുക്കും. വിഷുവിന്റെ തലേന്നാണ് ഇത് ചെയ്യുന്നത്? തലേന്ന് സംക്രമത്തിന്. പിറ്റേന്ന് വിഷു ആയ സമയത്ത് ഈ കണിയെല്ലാം ഒരുക്കുന്നത് മുതിർന്നവരാണ്. ഈ കണിക്കുള്ള സാധനങ്ങളെല്ലാം തലേ ദിവസം സംക്രമ ദിവസം തന്നെ എല്ലാം ഒരുക്കി വെക്കും. പിന്നെ ഈ കണി വെക്കുന്നത് കണി മുതിർക്കുക എന്നാ പറയാ. അതെന്താന്ന് അങ്ങനെ പറയുന്നത്? മുതിർക്കുക. അങ്ങനെയാന്ന് ഇവർ പണ്ട് പറയുന്ന പ്രായമുള്ളവരെല്ലാം. അത് അമ്മ ആരാ പ്രായമുള്ളവര് അവരാ വെക്കുക. അത് എന്തെല്ലാം സാധനങ്ങൾ വെച്ചാൽ കൃഷ്ണ വിഗ്രഹം, പിന്നെ ഓട്ടുരുളി, അത് നല്ല തേച്ച് മിനുക്കി സ്വർണം പോലെ ആവണം. അതുപോലെ വിളക്ക്, തളിക, കിണ്ടി എല്ലാം വൃത്തിയാക്കി എല്ലാം വെച്ച്
പിന്നെ കണി വെക്കേണ്ട സാധനങ്ങൾ ചക്ക, മാങ്ങ, കൃഷ്ണവിഗ്രഹം, തരക്കലരി, പുഴുക്കലരി, പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കും, കണിക്കൊന്ന, പിന്നെ ഗ്രന്ഥം അത് തുറന്നു വെക്കും. ഇങ്ങനെയുള്ള മുണ്ട്, പിന്നെ കസവ് മുണ്ട് വെക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓട്ടുരുളിയിലാണ് ഈ ചക്ക, മാങ്ങ അങ്ങനെയുള്ള ഇതെല്ലാം വെക്കുക. അപ്പൊ ഇതെല്ലാം വെക്കുമ്പോ ഈ കുട്ടിക്കാലത്തേതല്ലേ പറയുന്നത്? അതെ. ഇതെല്ലാം വെക്കുമ്പോ നിങ്ങളെ അങ്ങോട്ട് അടുപ്പിക്കൊന്നുമില്ലല്ലോ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം? ഞങ്ങളെല്ലാരും ഉറങ്ങി നിൽക്കലുണ്ടാവുക. ഇത് എല്ലാം ഒരുക്കി വെച്ച് അതിനുശേഷം ആ കണി കാണേണ്ട സമയത്ത്, അത് ഏകദേശം 3:30-4 മണി പുലർച്ച ആ സമയമാകുമ്പോൾ മെല്ലെ ഓരോരാളെയായിട്ട് വിളിക്കും. ആദ്യം മുതിർന്ന ആളെ വിളിക്കും. അവരെ വിളിച്ച് കൈ കൊണ്ട് കണ്ണ് മൂടി പിന്നെ കണ്ണ് പൊത്തി കൊണ്ടുവന്ന് അവിടെ നല്ല പലക ഇട്ടിട്ടുണ്ടാവും. പലക എല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കിയ പലക അതിൻ്റെ മേലെ ഇരുത്തി എന്നിട്ടേ കണ്ണെടുക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ വിളക്ക് കാണും, കൃഷ്ണവിഗ്രഹം കാണും, അങ്ങനെയെല്ലാം എല്ലാം കണ്ടു. പിന്നെ ഇതെല്ലാം വെക്കും. ഉപ്പ്, മധുരം, വെള്ളം, ഉപ്പ് എല്ലാം, തേങ്ങ, പഞ്ചങ്ങൾ ഉണ്ടാവും. പിന്നെ 2 തേങ്ങ ഇങ്ങനെ കൂട്ടി കെട്ടി ഇറച്ചി വെക്കുമെന്നാ പറയാം. അങ്ങനെ വെക്കും. ഇതെല്ലാം കണ്ടുവെന്ന് ചോദിക്കും. എല്ലാം കണ്ട് അതിനുശേഷം തലയിലരിയിട്ട് അമ്മ തലയിലരിയിട്ട് അരി നുരിക്കുമെന്നാ പറയാം. എന്നിട്ട് അവരെ കാല് തൊട്ട് തലയിൽ വെക്കും. അങ്ങനെ ഓരോരാളെയായി കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ കാരണവരായിട്ടുള്ള അമ്മാവനാണ് മൂത്ത കാരണവർ. അപ്പം അമ്മാവൻ ഒരു ദിക്കിലിരിക്കും, നാണയങ്ങൾ കയ്യിലുണ്ടാവും. ഓരോരാളിയായി വിളിച്ച് അന്ന് നാണയം കൊടുക്കുക. ഇന്ന് നാണയം വേണ്ട ആർക്കും, ഇന്ന് നോട്ട് വേണം. അപ്പൊ അന്ന് കുറച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ ചെയ്തെന്ന് പറയും. അതെ. ഇപ്പൊ അങ്ങനെയാണ്, നാണയം ഇല്ല. അന്ന് നാണയം ഓരോരാൾക്കും കൊടുക്കും, നാണയം കൊടുക്കും. അത് വാങ്ങി എല്ലാവരും പിന്നെ പടക്കം പൊട്ടിക്കും. പൂത്തിരി, കമ്പിത്തിരി, ആ സമയത്ത് അതൊക്കെ ഉണ്ടല്ലേ? അതെല്ലാം ഉണ്ട്. അതെല്ലാം കത്തിക്കും, പടക്കം പൊട്ടിക്കും. അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സദ്യവട്ടത്തിൻ്റെ തിരക്കായി. എല്ലാ വിഭവങ്ങളും. നോണൊന്നും ഉപയോഗിക്കില്ല. ഇല്ല. അന്നത്തെ വിഷുവിന് നോണില്ല. ഇന്നാണ് അതെല്ലാം ഉപയോഗിക്കുന്നത്. അന്ന് വിഷുവിനും ഓണത്തിനും അങ്ങനെയുള്ള ഒന്നും ചെയ്യില്ല. ഇന്ന് പറഞ്ഞാൽ വിഷുവിന് പടക്കം ധാരാളം വാങ്ങണം. പിന്നെ വിഷുക്കോടി, വിഷുക്കോടി പണ്ടും ഉണ്ട്. പക്ഷേ ഇത് ഇന്ന് അങ്ങനെയല്ല. അതിന് വലിയൊരു സ്ഥാനമാണ്. ഇന്ന് വേറൊരു കോടിയും കൂടി ഉണ്ട് വിഷുവിന്, ബമ്പർ കോടി ഉണ്ട്, മറ്റേ ലോട്ടറി ഉണ്ട്. ഇപ്പൊ വിഷുക്കോടി, ഓണക്കോടി എന്നെല്ലാം പറഞ്ഞാല് അതുകൂടിയാണ്. അതും കൂടിയാണ്. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടിക്കുഴലൂതി ചിലുചിലി നിന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വാ കണി കാണാൻ. ഈ വിഷു എല്ലാവരും നന്നായി ആഘോഷിക്കുക, നന്നായി സന്തോഷിക്കുക. എല്ലാം കൊണ്ടും ഒരു നന്മയുള്ള വിഷുവായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അനുജൻ മോഹനാണ്. അവൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്. എന്നെക്കാളും 6 വയസ്സ് കുറവാണ്. നമസ്കാരം. 6 വയസ്സിൻ്റെ കുറവ് അന്നേ ആഘോഷത്തിലുണ്ട്. പിന്നെ എൻ്റെ മൂത്ത ചേച്ചി അല്ലാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞേച്ചിന്നെ വിളിക്കുക. കുഞ്ഞേച്ചി കുറച്ചും കൂടി നിങ്ങൾ മുൻകൂട്ടി ഒരു സമയം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി പാടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഏതായാലും ഇത്രയൊക്കെ ആയത് തന്നെ വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എല്ലാവർക്കും വിഷു ആശംസകൾ. ഇത്
ശ്രീ വി പ്രഭാകരൻ മാസ്റ്റർ, ഒരുപാട് ശിക്ഷസമ്പത്തുള്ള ഒരു അധ്യാപകൻ. മാഷ നമസ്കാരം. വിഷുക്കാലമല്ലേ കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, അയ്യപ്പ പണിക്കരുടെ വരികൾ. കൊന്ന പോലും ഇപ്പോൾ കാലം തെറ്റി പൂക്കുന്ന സമയമാണ്. അപ്പോൾ ഈ വിഷു, ഈ പഴയ കവിതകളിലൊക്കെ വിഷു പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ വിഷുവിൻ്റെ ഈ കവിതകളിൽ പൊതുവെ കണ്ടുവരുന്നത്. അതേസമയം സിനിമാ പാട്ടുകളിലാണെങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട 2 സിനിമാ പാട്ടുകളാണല്ലോ വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. കണി കാണും നേരം കമലാനേത്രൻ്റെ ഒന്ന്, പിന്നെ ചെത്തിയ മന്ദാരം തുളസി. ഇത് 2 കൃഷ്ണനെ പറ്റിയുള്ള വർണ്ണനകളാണ്. പക്ഷേ കവിതകളാകുമ്പോൾ പ്രകൃതിയുടേതാണ്. അപ്പോൾ ഈ പ്രകൃതിയും വിഷുവും തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ് ഈ വിഷുവിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വരുന്നത്? വിഷവം എന്ന വാക്കിൻ്റെ അർത്ഥം പകലും രാത്രിയും തുല്യമായി നിൽക്കുന്നത് എന്നാണ്. ആ വിഷുവം എന്ന വാക്കിൽ നിന്നാണ് വിഷു എന്ന പദം ഉണ്ടാവുന്നത്. ഈ വിഷുവാവട്ടെ നാടുവാഴിത്ത സമ്പ്രദായത്തിൻ്റെ ഒരു ബാക്കിപത്രമാണ്. ചേര രാജാക്കന്മാരാണ് വിഷുവും ഓണവുമൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ അവരാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 നമ്മുടെ കേരളത്തിൻ്റെ ഉത്സവത്തിനും ശ്രീകൃഷ്ണനായിട്ട് അഥവാ മഹാവിഷ്ണുവുമായിട്ട് ഇത്രയധികം ബന്ധമുള്ളത്. ചേര രാജാക്കന്മാരുടെ അധീനതയുള്ള പല സ്ഥലത്തും ഇന്നും ഓണം ആഘോഷിക്കുന്നുണ്ട്, വിഷു ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടതായിട്ടാണ് പിൽക്കാലത്ത് വന്നിട്ടുള്ളത്. എങ്കിലും ഈ വിഷു ആഘോഷത്തിന് അല്ലെങ്കിൽ എല്ലാ ഉത്സവങ്ങൾക്കും നാടുവാഴിയുടെ ഒരു പിൻബലം അത്യാവശ്യമാണ്. നാടുവാഴിയുടെ പ്രോത്സാഹനമില്ലാത്ത ഒരു ആഘോഷത്തിനും നിലനിൽപ്പില്ല എന്ന് വേണം പറയാൻ. മാത്രമല്ല, എല്ലാ ജാതി മത ഭേദമില്ലാതെ ആളുകൾക്കും ആഘോഷിക്കണമെങ്കിൽ ഒരാധികാരിക വർഗത്തിൻ്റെ കൃത്യമായ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ശീലമായിട്ട് മാറുള്ളൂ. ഇത് ഓണത്തിനും ബാധകമാണ്, വിഷുവിനും ബാധകമാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മുടെ ശീലമാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമാവണമെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികൾ കൃത്യമായ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് പാലിച്ചിരിക്കും. പിൽക്കാലത്ത് അത് ശീലമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെയാണ് വിഷു ഓണവും ജാതിമതഭേദമന്യേ ആളുകൾ ആഘോഷിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ഓരോന്നും അനുസരിക്കുന്നത് നമ്മുടെ മുൻഗാമികളിൽ നിന്നും കണ്ടിട്ടാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളൊരു ഒരു നിയമം നമ്മൾ അനുസരിക്കുന്നത് നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മളെ അമ്മ അല്ലെങ്കിൽ നമ്മളെ രക്ഷിതാവ് അല്ലെങ്കിൽ നമ്മളെ അധ്യാപകർ എങ്ങനെയാണോ അത് ചെയ്യുന്നത് അത് കണ്ടിട്ടാണ്. അത് പിന്നെ ഏതെങ്കിലും ഒരു ഇന്ന ഗവൺമെൻറ്റാണ് അത് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നോ ഇന്ന ഭരണാധികാരിയാണെന്നോ അത് നടപ്പിൽ വരുത്തിയതെന്നും ഈ കുട്ടികൾക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഭരണഘടന വായിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അവരാ നിയമം അനുസരിക്കുന്നത് മുൻഗാമികൾ ചെയ്യുന്ന ഒരു കീഴ്വഴക്കം. അതാണ് ഈ കീഴ്വഴക്കം എന്ന് പറയുന്നത്. അപ്പോൾ കണി എന്തെല്ലാം വെക്കണം എന്നുള്ളത് കീഴ്വഴക്കത്തിനനുസരിച്ചാണ്. അപ്പോൾ ഈ കണീൻ്റെ കാര്യം മാഷ് പറയുമ്പോൾ നമ്മൾ ഈ കാർഷിക സംസ്കൃതി പറഞ്ഞല്ലോ, ഇന്നിപ്പം ഈ വിഷു എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും കണി വെക്കലും പടക്കം പൊട്ടിക്കലും വിഷു സദ്യയും പ്രധാനപ്പെട്ടത്. പക്ഷെ ഇന്ന് വിഷുവിന് ആവശ്യമുള്ളതെല്ലാം വിപണിയിൽ കിട്ടും, കണി വെക്കാൻ കിട്ടും. പക്ഷെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കണി വെക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഇതിൻ്റെ ഒരു കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട എന്താണ് എന്ന് അറിയണമെന്നില്ല. നമുക്കിപ്പോൾ മാങ്ങയില്ലെങ്കിൽ നമ്മൾ കടയിൽ പോയി വാങ്ങിയിട്ട് കണി വെക്കുമല്ലോ. പക്ഷെ മുൻപ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. പ്രകൃതിയും കൃഷിയുമായി ശരിക്കും കണി വെക്കുന്ന ഉൽപ്പന്നങ്ങൾ നോക്കിയാൽ നമുക്ക് ആ കാര്യം പറയാൻ മനസ്സിലാവും കൃത്യമായിട്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ചുറ്റുവട്ടത്ത് എന്തെല്ലാമാണോ കിട്ടുന്നത് അതാണ് നമ്മൾ കണി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ചക്ക, മാങ്ങ, തേങ്ങ, വെള്ളരിക്ക, അങ്ങനെ അതിൽ കിട്ടുള്ള എല്ലാ. ഇപ്പോൾ പിന്നെ വൈലോപ്പള്ളിയുടെ വിഷുക്കണീനെ പറ്റിയിട്ട് 3 കവിതകൾ വൈലോപ്പള്ളി എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നിങ്ങനെയാണ്: കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺതുറക്കാതെ കുട്ട, തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നെൽത്തറയുടെ നടന്നാൻ മന്ദം മന്ദം, കണ്ണുകൾ ഇറുക്കി ഞാൻ അടച്ചിടിലും പെട്ടെന്നെന്തു കഷ്ടമാണറിയാതവ തുറന്നുപോയി. കണ്ണടച്ചു ഞാൻ, കണി കണ്ടു ഞാൻ, കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം, വെള്ളിപോൽ വിളങ്ങുന്നോരോട്ടുരുളിയും കണിവെള്ളരിക്കയും തേങ്ങാമുറികൾ തിരികളും കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും അരി കുങ്കുമച്ചെപ്പും
ഐശ്വര്യ മഹാറാണിക്കരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്കു പണ്ടേ വശം. ഇതിൽ പറയുന്ന ഈ ലിസ്റ്റിലുള്ളതൊന്നും അല്ല നമ്മളെ ഈ നാട്ടിലുള്ള. അല്ല അല്ല അല്ല. ഇപ്പോൾ ചക്ക ഇതിനകത്ത് കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചക്കയാണ്. ആദ്യം ചക്കയാണ് അന്വേഷിക്കുന്നത്. എൻ്റെ എല്ലാം പിന്നെ വീട്ടിൽ അച്ഛനാണ് കണിയെല്ലാം വെക്കുക, അമ്മയല്ല. ഇപ്പോൾ വൈലോപ്പള്ളി നാട്ടിൽ ഇപ്പോൾ അമ്മക്കാന്ന് പ്രാധാന്യം കൊടുത്തിട്ട്. അതെ അതെ. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ട് എല്ലാ കാര്യവും അച്ഛനായിരുന്നു. ഇപ്പോൾ ഈവൻ കൈനീട്ടം തരുന്നതും അച്ഛൻ തന്നെ. ഇപ്പം കുട്ടികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കണി കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനമാണ് കൈനീട്ടം കിട്ടൽ. അന്നെന്നെല്ലാം പറഞ്ഞാൽ പണത്തിന് വളരെയധികം ദാരിദ്ര്യമുള്ള കാലമാണ്. അപ്പോൾ ഒരു ഉറുപ്പ്യ കണി കൈനീട്ടം തരുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർഗം കണ്ട പോലെയാണ്. കൈനീട്ടം കിട്ടിയ പൈസ ചിലർ ചെലവാക്കില്ല, സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കിട്ടുന്നതിന് മുൻപ് അല്ല, അതിന്റെ ബഡ്ജറ്റ് എല്ലാം ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും. കൈനീട്ടം ഇത്ര കിട്ടും. അതിന്റെ ബഡ്ജറ്റ് ഒക്കെ ഞങ്ങൾ മുൻകൂട്ടി റെഡിയാക്കി. അത് കമ്മിയായി പോവും അപ്പോഴെങ്കിലും. അതിന് സാധ്യതയുണ്ട്. കമ്മി ബഡ്ജറ്റ് ആവും, കാരണം നമ്മളെ ആവശ്യങ്ങൾ വളരെ കൂടുതലല്ലേ. പക്ഷേ ഇപ്പൊ ഇന്നത്തെ ഈ വിഷു എന്ന് പറയുമ്പോൾ, ഇന്നത്തെ വിഷു ആഘോഷിക്കുന്നവർക്ക്, ഇന്നത്തെ തലമുറക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് പഴയ ഇതുമായിട്ടും മാഷ് പറയുമ്പോൾ? അത് പറയാൻ പറ്റില്ല, കാരണം അവരിത് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ വിഷു ആയാലും ഓണമായാലും ഇപ്പോൾ അവരൊരു ഓണത്തിന് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ ഓണത്തിന് ശേഷമോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. ഇതൊന്നും ഞങ്ങളെ കുട്ടിക്കാലത്ത് ഈ ട്രിപ്പിനെ പറ്റിയൊന്നും ആലോചിക്കുന്നതും കൂടിയില്ല. ഓണം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കൃത്യമായ പഴയ ജീവിതത്തിലേക്ക് വന്നു. വിഷു കഴിഞ്ഞാലും അങ്ങനെ തന്നെ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതോടുകൂടി മലബാറിലെ ഇത് വിഷു കഴിഞ്ഞു. ഇപ്പൊ ഇത് കഴിഞ്ഞാലാണ് വിഷു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ വൈകുന്നേരം ടൂറ് പോകുന്നതാണ് ഇപ്പോഴത്തെ വിഷു. അതെ, നമ്മുടെ മുൻഗാമികൾക്ക് ഇതിലും ദയനീയായിരുന്നു. അവർക്ക് ഉച്ചക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫിനിഷ്ഡാണ്. ഞങ്ങളെ കാലമായപ്പോഴേക്കും ഒരു സിനിമ വന്നിട്ടുണ്ട്. സിനിമ, അതെ, ഒരു സിനിമ കാണുക ഉച്ചയ്ക്ക് ശേഷം എന്നുള്ള അത്ര കുറച്ച് ലാവിഷായിരുന്നു വിഷുവിന്. അവരെക്കാൾ കൂടുതൽ ലാവിഷായിട്ടാണ് ഞങ്ങളെ വിഷു ആഘോഷിച്ചത്. ഇപ്പൊ അതിനേക്കാളും ലാവിഷ്. ഇപ്പൊ എന്ന് വെച്ചാൽ വളരെ മാത്രമല്ല, ഇപ്പൊ വിഷു ആഘോഷം എന്ന് പറയുന്നത് ഈ പുറത്താഘോഷിക്കുന്ന ഒരു അവസ്ഥ പോലും ഒന്നിച്ചിരുന്നിട്ട് ആഘോഷിക്കുന്നത്. അതെ അതെ. ഈ കൃഷിയും വിഷുവുമായിട്ടുള്ള ബന്ധം ഈ പഴയ ഓർമ്മകളിൽ മാത്രം അല്ല ഇപ്പോഴുള്ളൂ. ഇപ്പോൾ ഈ വിഷു എന്ന് പറയുമ്പോൾ കൃഷി, ഇപ്പോൾ വിത്തും കൈക്കോട്ടും ഒന്നൊന്നും ആരും ഇപ്പോഴൊന്നും പറയുന്നത് പോലും ഇല്ലല്ലോ. അപ്പോൾ അത് ഇപ്പോഴില്ല, ഈ ഒരു കാലത്തിൻ്റെ ഇതിൽ വന്നതാണ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ, പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകൾ വളരെ ചെറുതായിരുന്നു. വളരെ ചെറുത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പം വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളരിക്ക, ഇപ്പോൾ ചക്ക, തേങ്ങ, ഇതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ സംഘടിപ്പിക്കണം. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്കും ഈ ഇത് കിട്ടുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം എല്ലാവർക്കും ഈ ഗൃഹനാഥനാണ് കൈനീട്ടം കൊടുക്കുക. ഇന്നിപ്പം ഗൃഹനാഥൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് സംശയമുണ്ട്. ആകെ രണ്ടാളല്ലേ ഉള്ളൂ. ആകെ രണ്ടാളല്ലേ ഉള്ളൂ. ഇതിൽ ആരാണ് ഗൃഹനാഥൻ? റേഷൻ കാർഡിൽ പെണ്ണുങ്ങളാണ് ഗൃഹനാഥ. അതെ, ശരിയാണ്. അപ്പൊ ആര് കൈനീട്ടം കൊടുക്കുന്നു എന്നുള്ള തല്ലുവരെ നടക്കാം. കുട്ടികളെ സംബന്ധിച്ചിട്ട് ആരായാലും കുഴപ്പമില്ല. പിന്നെ ഈ ഭാര്യയും ഭർത്താവിൽ ആർക്കാണ് കൂടുതൽ വരുമാനം എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അതാണ്. ചിലപ്പോൾ ഭർത്താവിനേക്കാളും വലിയ വരുമാനം ഭാര്യയ്ക്ക് ഉണ്ടാവും. അപ്പൊ അതിന് ആരാർക്ക് കൈനീട്ടം കൊടുക്കുന്നുള്ളത് അത് ഒരു പ്രശ്നമാകുന്നുണ്ട്. കുട്ടികൾക്ക് ആ ഒരു വിഷയമില്ലാതുള്ളൂ. അത്രയും അവർക്ക് ആര് പൈസ കിട്ടണമെന്ന് കിട്ടിയാൽ മതി. മാഷ് പണ്ട് പറഞ്ഞ ബഡ്ജറ്റ് ഉണ്ടാക്കല് അത് ഇവിടെയും വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ 500-ന്റെ താഴെയുള്ള നോട്ട്, 2000 നോട്ട് പിൻവലിച്ചതിൽ ഏറ്റവും അധികം തൂക്കിക്കുന്നത് ഈ കൈനീട്ടം. കാരണം ഇപ്പം ഒറ്റ നോട്ടല്ലേ കൊടുക്കുക. അപ്പൊ 2000 ആകുമ്പോൾ 2000 തന്നെ ഒന്നിച്ച് ഒറ്റ കൊടുക്കുമല്ലോ. അതെ. ഇപ്പൊ 500 ഒതുക്കാൻ 1500 രൂപ നഷ്ടമാണ്. ഒരിക്കലും 2000 കൊടുത്തിട്ട് നീ ഒരു 1000 അപ്പൊ ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറക്ക് 2000 നോട്ട് പിൻവലിച്ചത് ഈ കൈനീട്ടം വാങ്ങുന്നവർക്ക് വലിയൊരു വിഷമായിട്ടുണ്ട്. ഈ കൊന്നപ്പൂ വിഷുവിന്റെ ഒരു പ്രതീകമാണ്. അത് ആ വിഷുവിന്റെ ഏറ്റവും രസകരമായ ഒരു ഐതിഹ്യം വിഷുവായി ബന്ധപ്പെട്ട, വിഷുവായിട്ട് ബന്ധപ്പെട്ടല്ല, എന്തുകൊണ്ട് കൊന്നപ്പൂവിനെ നമ്മൾ വിഷുക്കണിയിൽ പ്രധാനപ്പെട്ട സ്ഥാനം വിഷു. അപ്പോൾ വിഷുവിൻ്റെ പ്രതീകം എന്ന രീതിയിൽ നമ്മൾ കാണുന്നത് കൊന്നപ്പൂവ്. അതെ അതെ. ഈ കൊന്നപ്പൂവിന് എങ്ങനെയധികം പ്രാധാന്യം ഉണ്ടായി എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐതിഹ്യമുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പണ്ട് ഒരു കുട്ടിക്ക് അവൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര ശ്രീകൃഷ്ണ ഭക്തിയാണ്. എല്ലാ ദിവസവും പോകും അമ്മയുടെ കൂടെ. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഇവനെന്താ ഒരേ ഒരു പ്രാർത്ഥനയാണ്, ഈ ഉണ്ണിക്കണ്ണ ഇവൻ്റെ കൂടെ കളിക്കണം. ഇവനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഉണ്ണികൃഷ്ണനാണ്,
എന്ന് പറഞ്ഞ് അവനോട് പറഞ്ഞപ്പോൾ പിന്നെ കുറേ അന്ന് വൈകുന്നേരം വരെ അവൻ കളിച്ച് അവന് പോരെ എനിക്ക് നീ ആവശ്യപ്പെട്ട ആഗ്രഹം ഞാൻ സാധിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ത് ചെയ്തു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ അരഞ്ഞാണം, സ്വർണ്ണ അരഞ്ഞാണം ഊരി ഈ കുട്ടിക്ക് കൊടുത്തു. കുട്ടി ഇതും കൊണ്ട് വീട്ടിൽ പോയി. അമ്മേനെ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോഴേക്കും പിന്നെ അമ്പലത്തിലെ ശാന്തിക്കാരൻ ബിംബത്തിൽ ഈ അരഞ്ഞാണം നഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ അവിടെ പ്രശ്നമാക്കി. അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ ഈ കുട്ടിയുടെ കയ്യിലാണ് ഉള്ളത് മനസ്സിലായി. എങ്ങനെയോ മനസ്സിലായി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഈ കുട്ടി പിന്നെ വളരെയധികം ഇവർ ചീത്ത പറയുകയും പ്രശ്നവും ബഹളം വെക്കുകയൊക്കെ ചെയ്തു. അമ്മക്ക് ദേഷ്യം വന്നിട്ട് അമ്മയും ഈ കുട്ടിയെ വല്ലാതെ ശാസിച്ചപ്പോൾ ഈ കുട്ടി ഈ അരഞ്ഞാണം പൊട്ടിച്ചിട്ട് ഒരൊറ്റ ഏറ് കൊടുത്തു. ആ ഏറ് പോയി വീണത് ഈ കൊന്ന മരത്തിലാണ്. അവിടെ ഈ കൊന്ന മരത്തിൽ അത് താങ്ങിയപ്പോൾ അത് കൊന്നപ്പൂവായി മാറിയെന്നാണ്. അപ്പോൾ ഈ അരഞ്ഞാണമാണ് കൊന്നപ്പൂവാണ് സങ്കല്പം. അതാണ് പ്രധാന സ്ഥാനം ഈ ഉണ്ണികൃഷ്ണൻ. അതുമായാണ് ഇത് വന്നത്. ഇതിൻ്റെ കൂടെ ഒരു ടിപ്പണി, ഒരു പാൽകഷ്ണം കൂടിയുണ്ട്. എങ്ങനെയാണ് ഇതിന് കൊന്നമരം എന്ന് പേര് വന്നത്? ഇപ്പോൾ ഈ ത്രേതായുഗത്തിൽ ശ്രീരാമൻ ബാലിയെ കൊല്ലാൻ ഒരു മരത്തിന് മറച്ചു നിന്നിട്ടാണ്. ആ മരത്തിൻ്റെ പേരെന്തോ പേരായിരുന്നു. അപ്പോൾ പിൽക്കാലത്ത് ആളുകൾ പറഞ്ഞ ബാലിയെ കൊന്ന മരം എന്നിങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഈ മരത്തിൻ്റെ പേര് കൊന്നമരം. അതിന്റെ മുന്നിൽ കണിയെന്നും കൂടി ചേർക്കുന്നതുകൊണ്ട് ഇപ്പൊ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. കണിക്കൊന്നുള്ളത്. അത് മാത്രമല്ല, ഈ കഥക്ക് ഒരു യുക്തിയും ഇല്ല. ശ്രീകൃഷ്ണൻ എന്നുള്ളത് ഉത്തരേന്ത്യൻ മിത്തിലുള്ള പിന്നെ ഈശ്വരനാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ വൃക്ഷത്തിന് കൊന്നമരം എന്ന് പേര് വരിക എന്നുള്ളത് അതാണ് യുക്തിയില്ലായ്മ അവിടെയാണ്. അത് പക്ഷെ എന്നാലും ആ കഥ കേൾക്കാൻ ഒരു സുഖം കൃത്യമായി യോജിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഒറിജിനൽ വിഷുവിൻ്റെ ഐതിഹ്യവുമായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാനൊന്നും കഴിയില്ല. എല്ലാ ആഘോഷങ്ങളും മനുഷ്യനെ ഒരുമിപ്പിക്കാനുള്ളതാണ്. അവിടെ ജാതി മതഭേദങ്ങളൊന്നുമില്ല. അത് ഏത് മതക്കാരനായ ബ്രാൻഡഡ് ആയതായാലും അത് മറ്റുള്ളവർ കൂടി ആഘോഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ബർട്രാൻഡ് റസ്സലിൻ്റെ വേൾഡ് ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. ഈ ലോകം മുഴുവൻ ഒന്നാവുക. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും അഹങ്കാരങ്ങളും ഇല്ലാതാക്കാൻ കഴിയും. എല്ലാം നമ്മളെല്ലാവരും ഒരേ രാജ്യക്കാരാണ് എന്നൊരു തോന്നൽ വരും. അങ്ങനെ അത് നമ്മുടെ ഭാരതീയ ഋഷിമാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ എല്ലാ ആഘോഷങ്ങളും സകല ലോകത്തിനും ആശ്വാസവും ആഹ്ലാദവും നൽകുന്നതാവണം എന്നുള്ളതാണ് ആഘോഷങ്ങളുടെ പ്രസക്തി തന്നെ. ഈ വിഷുവിന്, ഈ വരാൻ പോകുന്ന വിഷു എല്ലാവർക്കും വളരെ ആഹ്ലാദകരമായ ഒരനുഭവമായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു വിഷുക്കാലം വന്നെത്തി. മുൻകാലങ്ങളിൽ കണി കണ്ടതിന് ശേഷം കർഷകരെല്ലാവരും തന്നെ പാടത്ത് പോയി വിത്ത് വിതക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം പോയി. പുതിയ തലമുറക്ക് വിത്ത് വിതക്കുന്നതിനെ പറ്റിയോ മറ്റു കാര്യങ്ങളോ ഇല്ല. എന്നാലും മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആഘോഷം തന്നെയാണ് വിഷുക്കാലം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഐശ്വര്യം നിറഞ്ഞ വിഷു ആശംസകൾ. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ മിത്രങ്ങളായിരുന്ന ഒരു കാലത്തിൻ്റെ, കുടുംബ ബന്ധങ്ങൾക്ക് അത്രമേൽ കെട്ടുറപ്പുണ്ടായിരുന്ന ഒരു കാലത്തിൻ്റെ, മതിലുകളില്ലാത്ത മനസ്സുകൾ, മായം കലരാത്ത ആഘോഷം നടത്തിയിരുന്ന ഒരു കാലത്തിൻ്റെ ചിത്രങ്ങളാണ് ഈ ഓർമ്മകൾ നമ്മൾക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത്. മറക്കാതിരിക്കേണ്ട പലതും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഈ ഗതകാല സ്മരണകൾ നമ്മൾക്ക് വളരെ ഉപകാരപ്പെടും. ഇനി ചില വിഷുഗാനങ്ങൾ ആസ്വദിക്കാം. പീലി ചുരുൾമുടി മുതൽ കനകച്ചിലങ്ക ചാർത്തിയ കാൽത്തളിർ വരെ കേശാദിപാദം ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുന്ന ഒരു ഗാനം. പകൽക്കിനാവ് എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ, ബി എ ചിദംബരനാഥ് ടീമൊരുക്കിയ ഈ ഗാനത്തിന് ഇവിടെ സ്വരമാധുര്യം പകരുന്നത് സംഗീതാധ്യാപിക കൂടിയായ വർഷ.
കേശാദിപാദം തൊഴുന്നേ. കളവിണുവണിയുന്ന കരതലം തൊഴുന്നേ. കൗസ്തുഭം തിളങ്ങുന്ന കളഖണ്ഡം തൊഴുന്നേ. വനമാല മയങ്ങുന്ന മണിമാറ് തൊഴുന്നേ. കനക കങ്കണമിട്ട കൈതണ്ട തൊഴുന്നേ. കേശാദിപാദം തൊഴുന്നേ. അരയിലെ മഞ്ഞപ്പട്ടുടയാട തൊഴുന്നേ. അണിമുത്തു കീലുങ്ങുന്നൊരരഞ്ഞാണം തൊഴുന്നേ. കനകച്ചിലങ്ക തുള്ളും കാൽത്തളിർ തൊഴുന്നേ. കരിമുകിൽ വന്നനെ അടിമുടി തൊഴുന്നേ. കേശാദിപാദം തൊഴുന്നേ. കേശാദിപാദം തൊഴുന്നേ. കേശവ കേശാദിപാദം തൊഴുന്നേ. പ്രിയ പ്രേക്ഷകരെ, വിഷു ഓർമ്മകളിലൂടെ എന്ന പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മയിൽ ഹൈവിഷൻ്റെ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും നിറഞ്ഞ വിഷു ആശംസകൾ.